എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് വാഴക്കായ വെച്ചൊരു സ്നാക്സ് റെസിപ്പിയാണ്. ചെയ്യുന്ന രീതിയിൽ അല്പമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കാഴ്ചയിൽ നോൺ വെജ് കട്ട്ലറ്റ് പോലെയും ടേസ്റ്റും അതേപോലെയൊക്കെ ഏകദേശം വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. വലിയ സൈസ് 4 വാഴക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവാണ് പറയുന്നത്. ഇതുപോലെ 2 സൈഡും ഒന്ന് കട്ടാക്കിയതിന് ശേഷം നേർപാതിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. നല്ലവണ്ണം വെന്ത് കിട്ടണം. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. ഇല്ലെങ്കിൽ അപ്പച്ചമ്പിൽ സാധാരണ ഏത്തക്കയൊക്കെ പുഴുങ്ങുന്ന പോലെയായാലും പുഴുങ്ങിയെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതിനകത്ത് അധികം വെള്ളം പാടില്ല. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമോളെ ഒഴിച്ചിട്ടുള്ളൂ. 2 വിസിലടിച്ച് നല്ലവണ്ണം വേകാൻ വേണ്ടി മറ്റൊരു അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. മറ്റേ അടുപ്പിൽ കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പോളം ചെറുള്ളിയാണ് ചേർക്കേണ്ടത്. ചെറുള്ളി തന്നെ ചേർക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ചെറുള്ളി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കുക. എല്ലാ ഭാഗവും നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. പുറം തൊലിയൊക്കെ ഒന്ന് മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മുരിഞ്ഞതിന് ശേഷം വേണം വെളുത്തുള്ളി ചേർക്കാനായിട്ട്. കുറച്ചേറെയായിട്ട് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു 6 7 വറ്റൽമുളകൂടെ ചേർക്കുക. ഒരേ ഒരു പച്ചമുളകൂടെ ചേർക്കുക. ഇനി 1.5 അല്ലെ 1.25 സ്പൂണോളം പെരുംജീരകം, വലിയ ജീരകം ചേർക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അതായത് പെരുംജീരകം ഒട്ടും കരിഞ്ഞു പോരുത്. നന്നായിട്ട് ചൂടായി പെരുംജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങും. പെരുംജീരകമൊക്കെ ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചേറെ കറിവേപ്പില ചേർക്കുക. ഇനി ഒരു 3 സ്പൂണ് പൊട്ടുകടല, പൊരിക്കടല എന്ന് പറയത്തില്ലേ, അത് ചേർക്കുക. കൂടെ തന്നെ ഒരു 3/4 കപ്പോളം തിരുമിയ തേങ്ങയാണ് അതോടെ ചേർക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിനി നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കണം. തേങ്ങ ഒട്ടും ബ്രൗൺ ആകരുത്. എന്നാൽ തേങ്ങയുടെ ആ നനവ് നല്ലവണ്ണം വറ്റിക്കിട്ടുകയും വേണം. ഇളക്കിക്കൊണ്ട് തന്നെ ചൂടാക്കിയെടുക്കണം. കൂടെ തന്നെ ആ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം മുരിഞ്ഞു കിട്ടും. നല്ലൊരു സ്മെല്ലാണ് ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത്. തേങ്ങയുടെയൊക്കെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ബ്രൗൺ ആയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതെല്ലാം നല്ലതായിട്ട് ചൂടായി കിടക്കുമല്ലേ, നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്താൽ മതി. ഇതിൻ്റെ ചൂടൊന്ന് അല്പം മാറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടച്ചു വെക്കരുത്. ഉടനെ തന്നെ തുറന്നിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലവണ്ണം ഇത് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ തന്നെ മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കായ്ക്കകത്തെല്ലാം നല്ലവണ്ണം വെള്ളം പിടിക്കും. ഇതിനകത്ത് വെള്ളം പാടില്ല. ഒരു ഫാൻ കാറ്റിൻ്റെ കീഴിലോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആറി കിട്ടും. എന്തെങ്കിലും നനവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യുവേ. ഇത് ഞാനൊരു ഫാൻ കാറ്റിൻ്റെ കീഴിലോട്ട് മാറ്റി വയ്ക്കുകയാണേ. നല്ലവണ്ണം ഒന്ന് ആറട്ടെ. ഇഡലിപ്പാത്രത്തിൽ കായ് വേവിക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് അടച്ച് വെക്കരുത്. വെന്ത ഉടനെ തന്നെ തുറന്ന് വയ്ക്കുക. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. തേങ്ങാക്കൂട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. പൊട്ടുകടലയൊക്കെ നല്ലവണ്ണം ഒന്ന് അരഞ്ഞു കിട്ടണം. അതായത് ഒന്ന് പൊടിഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കടല എന്തെങ്കിലും അരയാനുണ്ടോ നോക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതിയേ. ഇതിന് നല്ലൊരു മണമാട്ടോ. ഈ മസാലയ്ക്കൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. നമ്മൾ ബോൾ മാതിരി ഉരുട്ടിയെടുക്കുമ്പോൾ കടല അരഞ്ഞിരിക്കണം. നല്ല സ്മൂത്തായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കടല നല്ലവണ്ണം അരഞ്ഞിരിക്കണേ. കായെല്ലാം നല്ലവണ്ണം ആറിയിട്ടുണ്ട്. എൻ്റെ പുറമൊക്കെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പാത്രത്തിലൊന്നും വെള്ളമയം പാടില്ല. ഞാൻ ഇതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇതൊന്ന് ഉടച്ചെടുക്കണം. ഈ ഉടയ്ക്കുന്ന കൂട്ടത്തിലോട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നല്ലവണ്ണം ഉപ്പ് പിടിച്ച് കിട്ടും. ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടൂടെ ചേർക്കുകയാണ്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ ശരിയാകത്തുള്ളൂ.
എന്തെങ്കിലും കായ് ഉടയാനായിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഉടച്ച് വിട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. ഇനി കുറേശ്ശെ എടുത്തൊന്ന് ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് കൈ ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഉരുണ്ട പിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ അല്പം എണ്ണ തേച്ചാൽ മതി. എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പ്രത്യേകിച്ച് എണ്ണ ഒന്നും എടുത്ത് പറയുന്നില്ല. നമ്മൾ ആ ഉരുട്ടുന്നതിൻ്റെ വലുപ്പം അനുസരിച്ച് 3ഉം 4ഉം ഒക്കെ വ്യത്യാസം ഉണ്ടാകും. ഇത്രയും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് 2 രീതിയിൽ ചെയ്യാമേ. ഞാൻ കുറച്ച് ബ്രെഡ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 എണ്ണം എടുത്ത് ബ്രെഡ് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വറുത്ത് പോരുമ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടും. ഒരു 7 എണ്ണം ഞാൻ ഇതിനകത്ത് ബ്രെഡ് പൊടിക്കകത്ത് റോൾ ചെയ്ത് വെക്കുന്നുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഓരോന്നായിട്ട് പെറുക്കിയിടണം. എല്ലാം പെറുക്കിയിട്ടതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് നേരത്തേന് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഇത് തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ലാസ്റ്റ് വരെ ഇടുക. ഓരോ ഭാഗവും ഒന്ന് ഉരുട്ടി കൊടുക്കണേ. ഇത് ഈ എണ്ണ അധികം കുടിക്കത്തുമില്ല കേട്ടോ. പൊട്ടിപ്പോവോ പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത്രയും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ച് കുറവായിട്ട് എണ്ണ ഒഴിച്ചാലും മതി. ബ്രെഡ് പൊടി മുക്കാത്തതാണ് ആദ്യത്തെ 2 ട്രിപ്പായിട്ട് ഞാൻ വറുത്ത് കോരിയെടുക്കുന്നത്. ഇത് ബ്രൗണായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിന് കോരിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. ഇതിൻ്റെ പുറകെ ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകവും എങ്ങനെയായിരിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ടുള്ളതെല്ലാം വറുത്ത് കോരാം. അതിൻ്റെ പുറം എങ്ങനെയായിരിക്കുന്നതെന്ന് കൂടെ കാണാം. അതും അതുപോലെ തന്നെ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ വേണം ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട്. ആ ബ്രെഡ് പൊടിയൊക്കെ ശക്കലം എണ്ണയിൽ കലങ്ങും. അതുകൊണ്ടാണ് പതുക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ലാസ്റ്റ് വരെയും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ പുറം കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തായാലും നമ്മൾ കട്ട്ലേറ്റ് കഴിക്കുന്ന അതേ ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നതും. ടേസ്റ്റും ഏകദേശം നോൺ വെജ് കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ് കൂടെ വരുന്നുണ്ട്. കൂടാതെ പെരുംജീരകവും ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങ എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാനായിട്ട് സോസോ ഒന്നിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങ ചട്നി ഉണ്ടല്ലോ ദോശയ്ക്ക് അരയ്ക്കുന്നത്, അത് അല്ലെങ്കിൽ ടൊമാറ്റോ സോസും വെച്ച് കഴിക്കാവുന്നതാണ്. ഇത് വാഴക്കായിലാണ് ചെയ്തതെന്ന് നമുക്ക് കഴിക്കുന്ന സമയത്ത് പറയാതെ ആർക്കും അറിയത്തുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കുന്നത് നോക്കാം. കട്ട്ലറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വാഴക്കൊക്കെ നനവില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്തിടാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.